അങ്ങനെ ഒരു 7-7:30 നമ്മൾ നമ്മുടെ പറശ്ശിനിക്കടവ് എത്തിയിട്ടുണ്ട്. കാറിൽ കുറച്ച് CNG ഒക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് പോയിട്ടാ. ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്ന് തൊഴാന്നുള്ള രീതിക്കാണ്, കാരണം ഞങ്ങൾ ഫ്രഷ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉള്ളിൽ ചെന്നപ്പോ എന്താ കണ്ടെന്ന് വെച്ചെങ്കിൽ മുത്തപ്പൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കാണാൻ പറ്റുന്നുള്ളത്. അപ്പൊ ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കും ചെയ്തു, മോളേനെ മുത്തപ്പൻ തൊട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷമായി. അപ്പൊ അതിന്റെ ഇതിൽ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും കയറി. സാമ്പാറും മോരും ചോറും തന്നെയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ള പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. കാരണം കുളിപ്പിച്ച് കഴിഞ്ഞ് കണ്ണൊന്നും എഴുതാൻ സമ്മതിക്കില്ല. എന്നിട്ട് വേഗം കുളിച്ച് റെഡി ആക്കിയിട്ട് ഞങ്ങൾ അമ്പലത്തേക്ക് വേഗം പോയിട്ടാ. എന്നിട്ട് അമ്മ മുല്ലപ്പൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതും വെച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് പോയപ്പോ കണ്ട വ്യൂ ആണ് കേട്ടോ. പുഴയാണ് ഇതേ. അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഉണ്ണിയുടെ കാല് കഴുകാൻ വേണ്ടിട്ട് ജിഷ്ണു അവളെ കൊണ്ടുപോയി. അവളും ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പുഴയൊക്കെ കാണുന്നത്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ആണെന്ന് അറിയില്ല, പേടിച്ചു പോയി തോന്നുന്നു. കാലിതേ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കട്ടെ. അപ്പൊ എടുത്ത് വേഗം പിന്നെ കാലത്ത് തന്നെ എഴുന്നേറ്റോണ്ടാന്ന് തോന്നുന്നു. അത്ര വലിയ ഒക്കെ ആയിരുന്നില്ല, ചെറുതായിട്ടൊക്കെ കരയാനുള്ള തുടങ്ങിയിരുന്നു. അപ്പൊ ഞാൻ പാലക്കൊടുത്ത് സെറ്റ് ആക്കിയിട്ടാണ് അച്ഛന്റെ കയ്യിൽ കൊടുത്ത് ചോറുണ്ടായിരുന്നു കേട്ടോ. എന്റെ ജിഷ്ണുവിന്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ വെക്കേഷൻ ട്രിപ്പ് എന്ന് പറയുന്നത് പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോയി വരുന്നായിരുന്നു കേട്ടോ. നല്ല രസമായിരിക്കും 2 ദിവസം. അപ്പൊ അതേപോലെ ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോയി വരണം. അപ്പൊ അത് നടന്നില്ല എന്ന് കണ്ടപ്പോ നമ്മൾ നേർന്നതായിരുന്നു കേട്ടോ. ഉണ്ണി ഉണ്ടായി കഴിഞ്ഞാൽ കൊണ്ടുവന്നിട്ട് ചോറ് കൊടുക്കുന്നത്. അപ്പൊ അത് സന്തോഷമായിട്ട് നടന്നു. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ബൈ.